മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കണം. കെ മുരളീധരൻ. വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മന്ത്രിക്ക് ഒന്നിനും നേരമില്ലെന്നും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുള്ള തിരക്കിലാണ് മന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു. മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരികയാണെന്നും വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും ആദിവാസികളെയും രക്ഷിക്കാനൊന്നും മന്ത്രിക്ക് നേരമില്ലെന്നും ഇക്കാര്യങ്ങളിലൊന്നും ഒരു പരിഹാര നടപടിയും സ്വീകരിക്കാത്ത മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കുന്നതാണ് നല്ലതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കാട്ടിൽ പോയതുകൊണ്ടാണ് ആന കൊല്ലുന്നത് എന്ന് വനമന്ത്രി പറയുന്നു. എന്നാൽ കടയിൽ സാധനം വാങ്ങാൻ പോയവരെ ഉൾപ്പെടെയാണ് ആന കൊല്ലുന്നത്. കാട്ടിൽ മൃഗങ്ങൾ കൂടുന്നുവെന്നും വനംവകുപ്പിന് പ്രതിരോധിക്കാൻ ആധുനിക സംവിധാനങ്ങളില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണങ്ങളെല്ലാം നടക്കുന്നത് ജനവാസ മേഖലയിൽ അല്ലെന്ന് വനംമന്ത്രി പറഞ്ഞിരുന്നു. കാട്ടിലൂടെ പോകാൻ അനുവാദം നൽകുകയും വേണം. വന്യമൃഗങ്ങൾ ആക്രമിക്കാനും പാടില്ല എന്നത് എങ്ങനെ സാധിക്കും? വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വനത്തിലാണെന്നും ജനവാസ പ്രദേശങ്ങളിലല്ലെന്നുമുള്ള മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ വന്യജീവി ആക്രമണം. ശാശ്വതമെന്ന് പറയാനാകില്ല. പരമാവധി പരിഹരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇനി മേലാൽ കേരളത്തിൽ ആത്മഹത്യ ഉണ്ടാകില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു റോഡ് അപകടം ഉണ്ടാകില്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ്. ഇതിനൊന്നും അവസാന വാക്കു പറയാൻ ആർക്കാണ് സാധിക്കുക? ജനങ്ങളെ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കരുത്. വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് ലഭിച്ചിട്ടില്ല. സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യം പരിഗണിക്കും. നിയമസഭയിലും ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതാണ്. വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമത്തെ സർക്കാരിന് ഏതെല്ലാം വിധത്തിൽ എതിർക്കാമെന്നതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചു വരികയാണെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണം നേരിടുന്നതിൽ കേന്ദ്ര നിയമമാണ് തടസ്സമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. സർക്കാരിനെയോ മന്ത്രിമാരെയോ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഭാ മേലധ്യക്ഷന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. വികാരത്തിന് പുറത്തുള്ള പ്രതികരണങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.